എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോള് പേടിക്കണ്ട. അമ്മയും നിത്യേച്ചും ഒക്കെ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും. നീ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവളല്ലേ. അതെ, ഇങ്ങനെ കരയും കൂട്ടിരുന്നാലേ നീ ഇന്ന് ഒരുപാട് കരയും. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. നീ കിടക്ക്, കിടക്ക്. ഇന്നുകൂടിയുള്ളൂ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം. കിടന്നു. എന്താ മോളെ? ഒന്നുമില്ല ചേച്ചി. ഗുഡ് നൈറ്റ്. വേറെ ഒന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങ്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ജ്യോതി ഉറങ്ങിയിട്ടില്ല. അമ്മ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വന്നില്ല. സന്തോഷം കൊണ്ടല്ലേ? അമ്മയുടെ ജീവിതത്തിലെ വലിയൊരു സങ്കടല്ലേ നാളെ മാറാൻ പോകുന്നത്. അമ്മയുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിന്റെ മുന്നില് ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുന്നുണ്ടാവും. എത്ര അവഗണിച്ചാലും ചില നേരത്തൊക്കെ എടുത്തു നോക്കുമല്ലോ. അതുകൊണ്ടാവും ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു സന്തോഷം അവളെ തേടി വന്നത്. ജ്യോതിയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് മനുവിനെ നമുക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട്. പിന്നെ ജീവിതത്തിൻ്റെ കാര്യമാണ്. അതൊക്കെ എങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ജ്യോതിയുടെ കാര്യം നടന്നതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതം പൂർണ്ണമാവില്ലല്ലോ. ഞാൻ എവിടേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്തതോ നീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തതോ അതൊന്നും ഒരു പ്രശ്നമല്ല. സത്യമെന്ന് ഒന്നുണ്ടല്ലോ. അത് നീ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പ്രശ്നം. സ്വന്തം കൈക്കുഞ്ഞ് ആപത്തിലേക്ക് നടന്നു പോകുമ്പോൾ അതങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് ഒരമ്മയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? കൂടെ ഓടും, നിലവിളിക്കും. അങ്ങനെയല്ലേ നിന്നോടും അമ്മ? അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ചുവടുകൾ പിഴച്ചു പോകുന്നത് കാണുമ്പോൾ നെഞ്ചു കയറി ഉറക്കക്കിടന്ന് ഞാൻ നിലവിളിക്കുകയാണ്, ഓടി വന്ന് തടവുകയാണ്. അതൊന്നും കരുതിക്കൂട്ടിയോ ഓരോന്ന് ചെയ്യുന്നതല്ല. അമ്മേ, നാളെ രാവിലെ ജ്യോതിയുടെ കല്യാണാണ്. ഇപ്പൊ നമുക്കെല്ലാം മനസ്സിൽ അത് മാത്രമേ പാടുള്ളൂ.
സന്തോഷായിട്ട് ആ ചടങ്ങ് കഴിയട്ടെ. അത് കഴിഞ്ഞ് അമ്മയുടെ മുന്നിൽ ഞാൻ വന്നിരിക്കാം, സംസാരിക്കാം. അത് മതിയമ്മേ. കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് തർക്കങ്ങളുള്ള കാര്യങ്ങളൊക്കെ മറക്കാം. എന്നിട്ട് അമ്മയും ചേച്ചിയൊക്കെ ആയി അവളുടെ കൂടെ നിന്ന് അവളെ നമുക്ക് യാത്രയാക്കാം. ചെറുതാണെങ്കിലും ഞാൻ കയറി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഫംഗ്ഷനാ. അത് ഗംഭീരാക്കണ്ടേ നമുക്ക്? വേണ്ടേ അമ്മേ? തർക്കങ്ങൾ തുടങ്ങിയതിൽ പിന്നെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ടില്ല. അമ്മ എന്നെ തലോടിയിട്ടില്ല. അമ്മ കരയല്ലേ? നമ്മൾ സന്തോഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ഭഗവാനെ, എന്നെ നിത്യാമ്മയുടെ ആരും കൊണ്ടുവല്ലേ? ഭഗവാനെ, ആദ്യ നിത്യാമ്മയെ ഒരിക്കലും പിരിക്കരുതേ. നീ വാ. രാമകൃഷ്ണേട്ടന് പരിചയമുള്ള അമ്പലം നന്നായി. അതുകൊണ്ടാ അവരൊരുങ്ങാൻ വേണ്ടി മുറിയൊക്കെ തുറന്നു തന്നത്. അയ്യോ, അവരുടെ പരിചയക്കാരൊന്നും അല്ല. ഹരി വിളിച്ചു പറഞ്ഞതാ, ഈ അമ്പലത്തിലെ സെക്രട്ടറിയോടെ. അല്ല രഘു, ആദ്യമോന്റെ കാര്യം മനുന്റെ അച്ഛനോടും അമ്മയോടും പറയണ്ടേ? പറഞ്ഞേ പറ്റൂ. എന്തായിരിക്കും അവരുടെ മറുപടി എന്നറിയില്ല. നീ പോലീസുകാരെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അവന് ചടങ്ങ് കഴിയുന്നതിന് മുമ്പേ എത്തും. കൊണ്ടുപോട്ടെ. കുറ്റവാളിയായ ഹരിയെ വലിച്ചഴച്ച് തന്നെ കൊണ്ടുപോട്ടെ. ആ കാഴ്ച എനിക്കും നിനക്കും കണ്ണ് നിറച്ച് കാണണം. എങ്ങോട്ടാ? അനിയത്തിയുടെ കല്യാണമല്ലേ, ഏട്ടന് ചുമതലകളുണ്ട്. ഓ, നീ എന്താ ഈ കാണിക്കുന്നത്? നീ എന്താ ഈ മാറി നിൽക്കുന്നത്? ആ രഘു ഇപ്പൊ എന്നോട് ചോദിച്ചേ ഉള്ളൂ. ആര് പറഞ്ഞു ഞാൻ മാറി നിൽക്കുകയാണെന്ന്? ഈ ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തല്ലോ. ഓ, പക്ഷേ നിന്റെ ഈ നിപ്പ് കണ്ടായി എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അമ്മാവാ, ഇന്നലെ വരെ ഈ കല്യാണത്തിന് വരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോ ദേ ഇവിടെ നിൽക്കുന്നത് ഈ കല്യാണം ഭംഗിയായിട്ട് നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാ. ആര് ചോദിച്ചാലും അമ്മാവൻ പറഞ്ഞേക്ക്, ഹരി നിൽക്കുന്നതേ ജ്യോതിയുടെ ആങ്ങളയുടെ സ്ഥാനത്താണെന്ന്. ഓ,
ഹലോ ആ അയ്യോ അതെന്ത് പറ്റി சார் ரவி சார் മനസ്സാர ഞാൻ ഫാമിലി വിളിക്കാം. വന്നാச்சு പുറത്തിരിക്കെ അത് ശരി രാമേഷേട്ടാ രാമേഷേട്ടാ ദാ അവരെത്തി വാ വാ ആ നമസ്കാരം മോനെ നമസ്കാരം അച്ഛൻ. കല്യാണി നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. നീ വാ. പ്രിയ വണക്കം നമസ്കാരം. അല്ല, ഒരുക്കങ്ങളൊക്കെ എന്തായി? ആ ഞങ്ങളെ കുറച്ച് നേരത്തെ എത്തി. സുജാതയും നിത്യം കൂടി ജ്യോതി ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ, അല്ല അതെ, പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലല്ലോ നമുക്ക്. തിരുമേനി മാല പൂജിച്ച് തരും, അതങ്ങോട്ട് കഴുത്തിലൊട്ടിടുക, അത്രേ ഉള്ളൂ. ആ മനു താലിമാല പൂജാരിയുടെ കയ്യിൽ കൊടുക്കണ്ടേ? വേണം. എന്നാ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഇരിക്കാം. വാങ്ങ സാർ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ഇതൂടെ ബാക്കിയുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. ശരി. നിങ്ങൾ പൊയ്ക്കോ. ആ. ജ്യോതി, എന്ത് പറ്റി നിനക്ക്? എന്താ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല ചേച്ചി. അങ്ങനെ പറയണ്ട. കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. മോളെ, മനുവിനോട് സംസാരിച്ച് എല്ലാം തീർത്തതല്ലേ? പിന്നെന്താ? ഒന്നുമില്ല നിത്യേച്ചി. മോളെ, വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ ഒരു പെണ്ണിന്റെ മനസ്സിൽ കുറേ ചിന്തകൾ വരും. പോകുന്ന സ്ഥലം, ചെന്ന് കയറുന്ന കുടുംബം, അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം, അങ്ങനെ പലതും. എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ നീ ഭാഗ്യവതിയാ. മനുവിനെ നന്നായിട്ടറിയാം, സാറേ അറിയാം. എന്ത് കാര്യങ്ങളുണ്ടായാലും മോൾക്ക് അവരോട് സംസാരിക്കാലോ. മറ്റൊന്നും തോന്നരുത്, ഒരു അപേക്ഷ ഞങ്ങൾക്കുണ്ട്. അപേക്ഷയോ? എന്താ അത്? അത് ആദിമോന്റെ കാര്യത്തില്. നിത്യയോട് അവന് വല്ലാത്തൊരു അടുപ്പമാണ്. വേർപിരിഞ്ഞു പോണോന്നൊക്കെ പറഞ്ഞപ്പോ അവൻ വല്ലാത്തൊരു സങ്കടത്തില്. അതെ, വേറൊന്നുമല്ല, ഇന്നേ കരച്ചിലും ബഹളമൊക്കെ ഒന്ന് ഒഴിവാക്കാൻ കരുതിയിട്ടാ. അതിനു വേണ്ടിയിട്ടാ ഇവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. നമുക്ക് വേറൊരു ദിവസം ആദ്യേ മനുവും ജ്യോതി കൂടെ വന്നിട്ട് കൊണ്ടുപോട്ടെ. അപ്പോഴേക്കും മോനെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാമല്ലോ. അതായിരുന്നോ പ്രശ്നം? ഈ കാര്യത്തിൽ എന്തായാലും ഒരു തർക്കത്തിന് ഞങ്ങളില്ല. സമാധാനമായി. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്കിളിനോടും ആന്റിയോടും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. മോളെ, ഞാനിപ്പോ വരാട്ടോ.
ഠോ. സുന്ദരി ആയിട്ടുണ്ടല്ലോ മോളെ. ഓ ഓ ഓ, ഓ. ഇന്ന് നീ കല്യാണ പെണ്ണാണല്ലേ? ആ, പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ മോളെ. ഇന്ന് നിന്റെ കല്യാണം നടക്കില്ലല്ലോ. ഹ, എന്താന്ന് ചോദിക്കേ. ഇന്ന് നീ മരിക്കാൻ പോവല്ലേ? ഏട്ടാ എന്താ രണ്ടാളും ഇവിടെ വന്നിരിക്കുന്നത്? മനുവങ്കളൊക്കെ വന്നപ്പോഴേ ആദ്യം പേടിച്ചു. അതാ ഞങ്ങൾ മാറി നിന്നേ. അത് മോശമല്ലേ? അമ്മയുടെ അടുത്തുനിന്ന് മോനെ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ മാറി നിൽക്കുന്നേ? വന്നേ രണ്ടുപേരും. ഉമ്മ ഒരു കുഴപ്പമില്ല, വാ വന്നേ, വാ മോളെ വാ. മോളെ, ഞാൻ പറയുന്നത് എൻ്റെ മോള് വൃത്തിയായിട്ട് ഇതിലോട്ടൊന്ന് എഴുതിക്കേ. ഏട്ടാ മോളെ, ഏട്ടനെ ഒരാൾ പറ്റിച്ച ഏട്ടൻ അവരെ വെറുതെ വിടത്തില്ല. പണ്ട് മുതലേ അങ്ങനെ. അത് നിനക്കറിയാലോ. പക്ഷെ നിനക്കറിയാത്ത വേറൊരു കാര്യമുണ്ട്. അത് നീയാണെങ്കിലും എൻ്റെ നിന്റെ അമ്മയാണെങ്കിലും ഈ ലോകത്ത് ആരാണെങ്കിലും എഴുതി എൻ്റെ അമ്മ അറിയാൻ. ഉം. ഉം. എൻ്റെ അമ്മ അറിയാൻ. കള്ളങ്ങളുടെയും തെറ്റുകളുടെയും കൂമ്പാരമാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം. അതിനു മീതെ ഇനിയൊരു തെറ്റാണ് ഈ കല്യാണം. ഈ കല്യാണം അതെനിക്ക് വയ്യമ്മേ. ഏത്? അതെനിക്ക് വയ്യമ്മേ. ജ്യോതി ഇനിയില്ല. ജ്യോതി ഇനിയില്ല.
എഴുത്. ചോദ്യം ഇനിയില്ല. ഇല്ല.